ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് മൈക്കോ അങ്ങനെ മറ്റൊരു ശബ്ദം വലുതായി മുഴക്കുന്ന ഒന്നുമില്ല, നാവ് കൊണ്ട് മാത്രം ഞാൻ ബൈബിളാണ് നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യാത്രക്കാരാണ്, യാത്ര ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ്, സമയപരിധികൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്യത്തിനെത്തുവാനുള്ള വാഹനം വരുമ്പോൾ നിങ്ങളെല്ലാവരും കയറിപ്പോകും. എന്നാൽ ഒരു കാര്യം പറയട്ടെ, വിശുദ്ധ ബൈബിളിൽ പറയുന്ന സുവിശേഷം അത് സകല മനുഷ്യർക്കും സന്തോഷം തരുന്ന വാർത്തയാണ് സുവിശേഷമെന്ന് പറയുന്നത്. അത് സമാധാനമാണ്, സ്നേഹമാണ്, അത് ദൈവം പകർന്നു തരുന്നതാണ്. അതാണ് ബൈബിൾ, അതാണ് സുവിശേഷം, അതാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ഈ ലോകത്തിൽ മനുഷ്യനായിരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നും യാതനകളിൽ നിന്നും അവർക്ക് സ്വയം കടന്നു പോകുവാൻ കഴിയാത്ത അതിഭയങ്കരമായ പ്രതികൂലങ്ങളിൽ നിന്നൊക്കെയും അവരെ രക്ഷിച്ച്
അവർക്ക് സമാധാനവും അവർക്ക് സന്തോഷവും നൽകി അവരെ സ്നേഹിച്ച് അവരുടെ കഷ്ടതകളിൽ നിന്നൊക്കെയും അവരെ വിടുവിച്ചുകൊണ്ട് അവരുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നിത്യതയിൽ താൻ വസിക്കുന്ന ഇടത്ത് അവരെയും ചേർക്കുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് ബൈബിൾ പറയുന്നത്. ഇന്നിപ്പോൾ സ്കൂളുകളൊക്കെയും തുറന്നു, കുട്ടികളൊക്കെയും സ്കൂളിലേക്ക് കടന്നുപോയിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് ആരും നശിച്ചു പോകാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നവരാണ്. ആയതിനാൽ ഒരു നിത്യമായ സമാധാനം, ഒരു നിത്യമായ സന്തോഷം, നിത്യസ്നേഹം അത് പ്രദാനം ചെയ്യുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ഒരിക്കലും നമുക്ക് നഷ്ടമാകുകയില്ല. അത് നമുക്ക് ലാഭമായി തീരും. നമ്മുടെ തലമുറകൾക്ക് അത് വലിയ അനുഗ്രഹമായി തീരും. പഴയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴികളിൽ കൂടി നടക്കുവാൻ അവനെ അഭ്യസിപ്പിച്ചെന്നാൽ അവൻ വൃദ്ധനായാലും ആ വഴി വിട്ടുപോകുകയില്ല എന്ന്. ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതും പഠിപ്പിക്കുവാൻ തുടങ്ങുന്നതും. എന്നാൽ പ്രായമാകുമ്പോൾ അനേകരും തെറ്റിപ്പോകുന്നു. പോകരുത് പോകരുത്, ഞാൻ അങ്ങനെ പറഞ്ഞാണ് പോകരുത്. നിങ്ങൾക്കൊരു കൈ പിടിക്കുന്നതിന് മൈക്കൂർ അയാൾ നിങ്ങൾ പ്രസംഗിക്കാൻ താറാറ് ഞാൻ പറയാം, പോകരുത്. സമയമുണ്ടെങ്കിൽ കടന്നു പോകാതെ അല്പസമയം നിൽക്കണം. ഓക്കെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സന്തോഷവും അവരുടെ ഭവനങ്ങളിൽ എന്നേക്കും നിലനിൽക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസം എത്ര ഉറപ്പുള്ളതാണോ, എത്ര വലുതാണോ, അതനുസരിച്ചായിരിക്കും നമുക്കും നമ്മുടെ തലമുറകൾക്കും യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ അനുഗ്രഹമെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവന് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് പ്രത്യാശിക്കുവാൻ ഈ ലോകത്തിൽ എന്താണുള്ളത്? മനുഷ്യനെ സംബന്ധിച്ചവൻ ക്ഷണികനാണ്. അവൻ എത്ര നാൾ ജീവിക്കും, അവൻ എപ്പോൾ മരിക്കും എന്ന് ആരും ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല. ആർക്കും അതിന് കൃത്യമായ ഒരു മറുപടി പറയുവാനും കഴിയുകയില്ല. എന്നാൽ സൃഷ്ടാവായ ദൈവം അത് കൃത്യമായി അറിയുന്നു. ആ ദൈവത്തെയാണ് നമ്മുടെ ഈ ജീവകാലത്ത് നാം രക്ഷിതാവായി സ്വീകരിക്കേണ്ടത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് ലോകസംഭവങ്ങൾ വിളിച്ചു പറയുമ്പോൾ അല്പസമയമേ നമുക്കിനി അവശേഷിക്കുന്നുള്ളൂ. ആ സമയം നാം വൃഥാവാക്കി കളയാതെ നാം ദൈവത്തിൽ ആശ്രയിച്ച് നിത്യജീവനിലേക്ക് കടന്നു പോകുവാൻ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുവിനോട് ചേരുവാൻ ഒരുങ്ങിയിരിക്കണമേ എന്ന പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവോ നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.